ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു കിഡ്ലൻ വീടാണ് പരിചയപ്പെടാൻ പോകുന്നത്. 8 സെൻറ്റ് സ്ഥലത്ത് 2650 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വീട് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂര് ഇല്ലത്തപ്പാടമാണ്. ഫൈസൽ റാഷിദ ദമ്പതിമാരുടെ ഈ മനോഹരമായ വീട് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു എലിവേഷനാണ് വീടിന് നൽകിയിട്ടുള്ളത്. ഇതുപോലെ കിടിലനായിട്ടുള്ള ഇൻറ്റീരിയറും ആണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. എലിവേഷൻ ഭംഗി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വലിയ വിൻഡോസ്, ടെക്സ്ചർ പെയിൻറ്റ്, പിന്നെ ഈ ഒരു ബാൽക്കണിയുടെ ഭാഗത്ത് വന്നിട്ടുള്ള ഹാൻഡ് റെയില്, ഗ്ലാസ് വർക്ക്, അതുപോലെ ക്ലാഡിംഗ് ടൈൽ എന്നിവയാണ് നൽകിയിട്ടുള്ളത്. ഫുള്ളി ഫ്ലാറ്റ് റൂഫായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് LED ലൈറ്റ്സും സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലാന്റ്സുകൾ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീടിൻ്റെ മുറ്റത്തേക്ക് കയറി വരുമ്പം ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പോർച്ച് വരുന്നത്. മുറ്റത്തേക്ക് കടക്കുന്ന ഭാഗത്ത് ഇവിടെ കോബിൾ സ്റ്റോൺ ആണ് ചെയ്തിട്ടുള്ളത്. മുറ്റത്ത് ചെയ്തിട്ടുള്ളത് നാച്ചുറൽ സ്റ്റോൺ ആണ്. പോർച്ചിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് പ്ലാന്റ്സ് വെക്കാൻ ഒരു സ്പേസ് കൊടുത്തിട്ട് അതിനകത്ത് പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു സൈഡിലേക്കായിട്ടും നല്ല ഭംഗിയിൽ ഇവിടെ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പെബിൾ സ്റ്റോൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴെ. ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് ഇവിടുത്തെ കിണർ വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗമാണ് കേട്ടോ റോട്ടിലേക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു വൃത്തത്തിലുള്ള വിൻഡോ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ള ഹൈലൈറ്റ് കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുള്ളത് ക്ലാഡിംഗ് ടൈലാണ്. ഇവിടെയും പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സിറ്റ് ഔട്ട് ഒന്ന് നോക്കാം. അത്യാവശ്യം വലുപ്പത്തിൽ വരുന്നൊരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്നതിന് സിറ്റ് ഔട്ടിൻ്റെ അതേ ലെങ്ത്തിൽ തന്നെ 2 സ്റ്റെപ്പുകളാണ് നൽകിയിട്ടുള്ളത്. സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു സിറ്റ് ഔട്ടിലായിട്ട് ഇവിടെ ഒരു ഷൂ റാക്ക് കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോറ് ടീക്ക് വുഡിൽ ചെറിയ ഗ്രൂ കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വുഡിൻ്റെ ഹാൻഡിലുമാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലേക്കായിട്ട് ചെറിയൊരു സിംഗിൾ വിൻഡോ കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് നമ്മൾ കയറുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് മാർബിളാണ്. വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ലിവിങ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലിവിങ്ങിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ഇവിടെ ബാക്കി വരുന്ന എല്ലാ സ്പേസിലേക്കും പോകാനുള്ള എൻട്രൻസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ലിവിങ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. കോഫി ഷെയ്ഡിൽ വരുന്നൊരു കോർണർ സെറ്റിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാൾ പെയിൻറ്റിംഗ് ആണ് കേട്ടോ അത്. ഈ ഒരു ഭാഗത്ത് ക്ലോത്ത് കർട്ടൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗം ഒരു ഷെൽഫ് കൂടി വരുന്നുണ്ട്. ഒരു TV യൂണിറ്റ് ആയിട്ടൊക്കെ ചെയ്യാവുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഡൈനിങ്ങിലേക്ക് കടക്കുന്ന ഭാഗത്ത് ഈ ഒരു രീതിയിലാണ് ഇവിടെ പാനൽ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ കടക്കുന്നത് വലിയൊരു ഹാളിലേക്കാണ്. ഈ ഒരു ഹാളിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ട് ഇവിടെ സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിന് താഴെയായിട്ടാണ് വന്നിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലേക്കായിട്ടാണ് ഡൈനിങ്, കിച്ചൺ എന്നിവ വരുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു സ്റ്റഡി ഏരിയ നോക്കാം. ഈ ഒരു ഭാഗത്ത് ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് വുഡൻ ടൈലാണ്. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ആ ഒരു റൗണ്ട് ഷേപ്പ് വിൻഡോ വരുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഒരു ഭാഗം വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മൊറോക്കൻ ടൈലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ലൈറ്റും അതുപോലെ BB ബോക്സും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബെഞ്ചാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫാമിലി മൊത്തം ഇരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്.
സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കുറച്ച് ഭാഗം സ്റ്റോറേജ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഡൈനിങ് ഏരിയ നോക്കാം. ഈ ഒരു ഭാഗത്ത് നല്ല ഹൈലൈറ്റ് ആയിട്ട് തന്നെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പത്തിലാണ് ഈ ഒരു ഹാള് ചെയ്തിട്ടുള്ളത്. 6 സീറ്റോട് കൂടിയിട്ടുള്ളൊരു ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വാൾ ഫാനാണ് കൊടുത്തിട്ടുള്ളത്. മുകൾ ഭാഗത്ത് നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കൂടുതലും ചൂസ് ചെയ്തിട്ടുള്ള കളർ ഒലീവ് ഗ്രീൻ ആണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാൾ ഡെക്കോർ ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിൻ്റെ ഈ ഒരു കോർണറിലേക്കായിട്ടാണ് വാഷ് ബേസിൻ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഒരു ചെറിയ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിൻ്റെ ഈ ഒരു വാളിൽ ചെയ്തിട്ടുള്ളത് മൊറോക്കൻ ടൈലാണ്. അത്യാവശ്യം ലെങ്ത്തിൽ വരുന്ന ഒരു വൈറ്റ് വാഷ് ബേസിനാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചൺ കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡൈനിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കിച്ചൺ വരുന്നത്. ഫസ്റ്റ് ഇവിടെ ഒരു ഷോ കിച്ചണാണ് ചെയ്തിട്ടുള്ളത്. കിച്ചണിലേക്ക് കടക്കുന്ന ഭാഗത്ത് പാനൽ കൊടുത്ത് അവിടെ കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ഒരു സ്റ്റാൻഡൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. കൂടാതെ ഈ ഭാഗത്ത് 2 ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. കളർഫുള്ളായിട്ടുള്ള ഒരു ലൈറ്റാണ്. നമുക്ക് കിച്ചണിലേക്ക് കടക്കാനൊരു പാസേജ് കൊടുത്തിട്ട് ബാക്കി ഭാഗമാണ് ഇവിടെ കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കിച്ചണിൽ നിന്ന് നേരെ സിറ്റ് ഔട്ടിലേക്ക് കാണാവുന്ന രീതിയിൽ ഇവിടെ ഒരു ചെറിയ പർഗോള ചെയ്തിട്ടുണ്ട്. ഇവിടെ വാളിൽ 2x4 ടൈലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലേക്കായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നത്. ഈ ഒരു ഭാഗത്താണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനോട് കൂടെ തന്നെ ഒരു ടോൾ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കബോർഡ്സ് ചെയ്തിട്ടുള്ളത് WPC വിത്ത് അക്രിലിക് ലാമിനേറ്റഡ് ആയിട്ടാണ്. ഈ ഒരു ഭാഗത്തേക്ക് നല്ല ഭംഗിയിലാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കൗണ്ടർ ടോപ്പിൽ വന്നിട്ടുള്ളത് ഫുൾ ബോഡി ടൈലാണ്. കിച്ചണിൻ്റെ ഈ ഒരു കോർണറിലേക്കായിട്ടാണ് ഇവിടെ വുഡ് നോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 3 ബർണറാണ് വരുന്നത്. ഒലീവ് ഗ്രീൻ വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത്. സ്റ്റവിന് താഴെയായിട്ട് ഇവിടെ ഡ്രോവറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് ബ്ലാക്ക് G പ്രൊഫൈൽ ഹാൻഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ വർക്കിംഗ് കിച്ചൺ കാണാം. ഫ്രിഡ്ജിന് തൊട്ടടുത്തായിട്ടാണ് ഇവിടുന്ന് വർക്കിംഗ് കിച്ചണിലേക്കുള്ള ഡോറ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡോർസൊക്കെ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ, ഡാർക്ക് ഗ്രീനാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു വർക്കിംഗ് കിച്ചണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
നമ്മൾ കിച്ചണിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടെ ഒരു ടോൾ യൂണിറ്റ് പോലെ ചെയ്തിട്ടുള്ളത്. ആ ഒരു ഭാഗത്ത് തന്നെയാണ് വാഷ് മെഷീനും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. പിന്നെ ഇത് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറാണ്. എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. താഴെ കബോർഡ്സ് ചെയ്തിട്ടുണ്ട്. ഒരു പീച്ച് ഷെയ്ഡിലാണ് കേട്ടോ ഈ ഒരു കബോർഡ്സ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഗ്ലാസ് സ്റ്റൗ കൊടുത്തിട്ടുണ്ട്. 3 ബർണർ ഗ്ലാസ് സ്റ്റൗ ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈഡിലേക്കായിട്ടാണ് സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിലുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇത് ഷോക്ക് പീസ് പോലെ വാളിൽ ചെയ്തതാണ്. അതുകൂടാതെ ഇവിടെ WPC വെച്ചിട്ട് ഒരു ഓപ്പൺ ഷെൽഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂംസ് കാണാം. ഡൈനിങ്ങിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ബെഡ്റൂംസ് വന്നിട്ടുള്ളത്. ഈ ഒരു പാസേജിലായിട്ട് ഇവിടെ വാൾ പെയിൻ്റ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു പിക്ചറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ബെഡ്റൂം കണ്ടു നോക്കാം. നല്ല ഭംഗിയിലാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഗ്രേ വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓരോന്നിനും ഓരോ കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ വാർഡ്രോബ് നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. മറൈൻ പ്ലൈവുഡ് വിത്ത് മൈക്ക ലാമിനേറ്റഡ് ആണ്. അപ്പോൾ റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ ബാത്റൂം, അതുപോലെ ഒരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ കോട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബിന് മാച്ചായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കോട്ടിൻ്റെ ഹെഡ് വാൾ ഫ്രെയിമാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കോട്ടിൻ്റെ ഹെഡ് ബോർഡിലായിട്ട് കുഷ്യനാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു സൈഡിൽ 2 സിംഗിൾ വിൻഡോ ആണ് വരുന്നത്. വിൻഡോസിൽ റോമൻ ബ്ലിൻസ് കർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റഡി ടേബിൾ നോക്കാം. പിന്നെ സ്റ്റഡി ടേബിൾ മാത്രമല്ല, ഇതൊരു മേക്കപ്പ് യൂണിറ്റ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാത്റൂമിൻ്റെ ഡോറ് ഫൈബർ ഡോറാണ്. നല്ല ഭംഗിയിലാണ് ഈ ഒരു ബാത്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടൈല് തന്നെയാണ് കേട്ടോ. ഇത് ബാത്റൂമിനായിട്ട് പ്രത്യേകം വരുന്ന ടൈലാണ്. പിന്നെ അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. ഈ ഒരു കൺസീലറിനോട് കൂടെ തന്നെ ഇവിടെ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അത് കാണാനായിട്ടും ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഒരു ബേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇതും നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഇവിടെ വരുന്ന മിറർ കാണാനായിട്ടാണ് കേട്ടോ കൂടുതൽ ഭംഗി തോന്നിയത്. അപ്പോൾ നമ്മൾ കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഗ്രീൻ വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. കോട്ടിൻ്റെ ഈ ഭാഗത്ത് ഷെൽഫ് വന്നിട്ടുണ്ട്. അതുപോലെ സീലിങ്ങിൽ നിന്ന് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സീലിങ്ങിൽ LED ലൈറ്റ്സ് ആണ് വരുന്നത്. പിന്നെ കോട്ടിൻ്റെ ഹെഡ് വാള് ഈ ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കോട്ടിൻ്റെ ഹെഡ് ബോർഡിലായിട്ട് കുഷ്യൻ തന്നെയാണ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് മേക്കപ്പ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ബാത്റൂം വരുന്നത്. ഇവിടെ മിറർ ആയതുകൊണ്ട് നോ പ്രോബ്ലം. നേരെ മറിച്ച് നമ്മൾ ഇവിടെ വാർഡ്രോബ് കൊടുക്കുകയാണെങ്കിൽ പൂപ്പൽ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാത്റൂം നോക്കാം. നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ടൈലും ഇവർ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കാണാം. ഈ ഒരു സ്റ്റെയർ ഡിസൈൻ നോക്കിക്കോളൂ കേട്ടോ. സ്റ്റെയർ ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത്
GIയിലാണ്. സ്റ്റെപ്പിന് കൊടുത്തിട്ടുള്ളത് ജോൺസൻ്റെ വുഡൻ ടൈപ്പ് ടൈലാണ്. ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുള്ളത് മൊറോക്കൻ ടൈലാണ്. അപ്പോൾ ഇതാ സ്റ്റെയർ കയറി വരുമ്പോൾ ഫസ്റ്റ് ലാൻഡിങ്ങിലായിട്ട് ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ലാൻഡിങ്ങിലായിട്ട് ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട്. ഇനി സ്റ്റെയർ കയറി കഴിഞ്ഞാലുള്ളൊരു വ്യൂ ആണിത്. ഫസ്റ്റ് വരുന്നത് ഒരു ചെറിയ ഹാളാണ്. ഹാളിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് 2 ബെഡ്റൂംസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ കടന്നു വരുമ്പം ഇവിടെ വാളിലായിട്ടൊരു വാൾ ഡെക്കോർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയറിൻ്റെ മുകളിലായിട്ട് വന്നിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതാ വാളിലായിട്ടൊരു ചെറിയ ലൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇതാ നമ്മൾ കയറി വരുന്ന ഭാഗത്താണ് ഇവിടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം വലുപ്പത്തിൽ നല്ല സൗകര്യപ്രദമായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കർട്ടൻ ഇട്ടിട്ടുള്ള ഭാഗം ഒരു ബാൽക്കണിയാണ് കേട്ടോ. റൂമിൽ നിന്നുള്ള ഒരു ബാൽക്കണിയാണ്. കടന്നു വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിലേക്ക് വരുന്ന ഈ ഒരു കോർണർ വിൻഡോ, ഇതൊരു ബേ വിൻഡോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മെയിൻ റോഡിലേക്കാണ് കേട്ടോ കാഴ്ച വരുന്നത്. UPVC വിൻഡോസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ദാ കോട്ടിൻ്റെ ഭാഗം ഒരു ചുമര് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കോട്ടിൻ്റെ ഹെഡ് വോളിലായിട്ട് ഇവിടെ വാൾ ഡെക്കോറാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഒരു ഭംഗിയുള്ള ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്കാണ് ബാത്റൂം വരുന്നത്. ഒരു പാസേജ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മൊത്തത്തിൽ ഒരേ ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാ ബാത്റൂമിനകത്തും ഇതുപോലൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന ഷെൽഫാണ്. അതിനകത്ത് ഒരു വാം ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബാൽക്കണിയുടെ ഏരിയ നോക്കാം. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു നല്ല സുഖമുള്ളൊരു സെറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഫുള്ളി ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ക്ലോത്ത് കർട്ടനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 സൈഡിൽ നിന്നും ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു സ്ലൈഡിംഗ് ഡോറ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ബാൽക്കണിയുടെ സൈഡിലേക്കായിട്ടൊരു റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റിങ്ങിൻ്റെ സൈഡിലേക്കായിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഓപ്പൺ ടെറസ് ആണ്. ഇവിടെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 2 ഭാഗത്ത് നിന്നാണ് കേട്ടോ ഇവിടേക്ക് എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ദാ ഈ ഒരു ഭാഗത്തൊരു ചെറിയ ജാളി വരുന്നുണ്ട്. ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത് GIയിലാണ്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ബെഡ്റൂം കാണാം. ആദ്യം കടന്നു വരുന്ന ഭാഗത്തൊരു പാസേജാണ്.
പാസേജിൽ നിന്നാണ് നമ്മൾ റൂമിലേക്ക് കടക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഒരു ചെറിയ ബേ വിൻഡോ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു സിമ്പിൾ കോട്ടാണ് ചെയ്തിട്ടുള്ളത്. സീലിങ്ങിൽ നിന്ന് ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. ബാക്കിയെല്ലാം LED ലൈറ്റ്സ് ആണ് മുകളിൽ വരുന്നത് കേട്ടോ. പിന്നെ ദാ ഈ ഒരു ഭാഗത്താണ് ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിലാണ് ഈ ഒരു ബാത്റൂം ചെയ്തിട്ടുള്ളത്. ഇതിലൊരു ബാത്ത് ടബ് ചെയ്തിട്ടുണ്ട്. ഒരു കളർ കോമ്പിനേഷനും ഡിസൈനും ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ കടന്നു വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു ബേസിനും അതുപോലെ മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാത്റൂം ഫിറ്റിങ്സ് ജാഗോറിൻ്റെതും അതുപോലെ സെറയുടേതുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. നെക്സ്റ്റ് നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.